വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഞങ്ങളിപ്പം സോഫിറ്റൽ ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. സോ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സോ നമുക്കിന്ന് സോഫിറ്റൽ ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്ത് കാണാം. ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ച് വ്യൂ ആണുള്ളത്. ഇവിടല്ല, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബീച്ച് വ്യൂ ആണ്. ലൈക്ക് നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഇതെന്താണ് മെറിൻ? ഇങ്ങനെയാണ്. വാവ്, കൊള്ളാല്ലേ? സോ നൈസ്. ദുബായിൽ കണിക്കൊന്ന് നിൽക്കുന്നുണ്ടോ? ഹലോ മെറിൻ. ഇവിടെ എനിക്ക് തോന്നുന്നു ഡേ ടൈമിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. നൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ ലൈക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ക്ലോസ് ആണ്, നൈറ്റായി വന്നുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു വില്യു മാരി മീ ഒരു പ്രപ്പോസൽ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരിതിപ്പം കഴിഞ്ഞത് കൊണ്ടുപോയി, അവരതെല്ലാം മാറ്റി വെക്കാണ്. അവിടെയും ഒരു ഡൈനിങ് സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ആയിരുന്നു എന്ന് തോന്നുന്നു ആ വില്യു മാരി മീ സംഭവം അവിടെ ഇരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ അലോവേര ആണ്. അലോവേരാസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം. അതേ കണ്ടോ? അതുപോലെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നല്ല ചെമ്പകപ്പൂ. ചെമ്പകപ്പൂ എപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. നല്ല ഭംഗിയാണ് ചെമ്പകപ്പൂ കാണാൻ. മോസ്റ്റ് ഓഫ് ദ ടൈം ചെമ്പകപ്പൂ കാണുവാണെങ്കിൽ ഞാനത് പിച്ചി തലയിൽ വെക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്പകപ്പൂവിൻ്റെ മണമായാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. വേറെ എനിക്കൊരു ചെമ്പകപ്പൂ പറിച്ചു തരുമോ? മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. സോ ചെമ്പകപ്പൂ, എനിക്ക് ചെമ്പകപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ചെവിയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ് ഗൈസ്. അവരൊരു യെല്ലോയിഷ് ലൈറ്റ് കൊടുത്ത്, ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. ആ ഒരു നൈറ്റിൻ്റെ ഫീല് കിട്ടാൻ കറക്റ്റ് ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. മെറിൻ്റെ ഇവിടെ റിസോർട്ട് മാപ്പ് ഉണ്ട്. ഇവിടെ നോക്ക്, പൂൾ ഏരിയ നോക്കി. ഓ, ടേക്ക് ദ ബെസ്റ്റ് ഫോട്ടോസ് ഹിയർ. സോ അവിടെ സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പോയത് അവിടെ ക്ലോസ് ആയിരുന്നു. സോ ഈ ക്യാമറ സ്പോട്ട്സിൽ പോയാൽ നമുക്ക് ബെറ്റർ പിക്ചേഴ്സ് എടുക്കാം. This is the place. അവിടെ പൂൾ ഏരിയ ആണ്. ഈ നൈറ്റ് ടൈം ആയതുകൊണ്ട് പൂള് ക്ലോസ് ആണ് ഇപ്പം.
ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പൂൾ ഇപ്പം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ഇവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചു. സോ നല്ല പൂക്കളുണ്ട് ഇവിടെ. അപ്പോൾ അതാ ഈ പ്ലേസിലേക്ക് വന്നു. ഈ സ്പോട്ട് എങ്ങനെയുണ്ട്? ആ വ്യൂ കണ്ടോ? ഈ വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കണം. നല്ല ഭംഗിയില്ലേ കാണാൻ? ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു ഈ വ്യൂ ഫുള്ള് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. സോ നൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏത് സ്പോട്ട് കണ്ടുപിടിച്ചാലും അവൾക്കും ആ സെയിം സ്പോട്ടിൽ തന്നെ ഇരുന്ന് പിക്ക് വേണം. സോ അവൾക്ക് ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ പോവാ. പോസ് ചെയ്യാൻ റെഡിയാണോ മെറിൻ? എങ്ങനെയുണ്ടമ്മ? ഇഷ്ടപ്പെട്ടോ ഹോട്ടലൊക്കെ? അടിപൊളി. ഞാനും കുഞ്ഞാറ്റി ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കുറെ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മള് ഇനി ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് ഓർഡർ ചെയ്തോ? ഇല്ലല്ലോ, ഫുഡ് ഓർഡർ ചെയ്യാൻ പോണം. നല്ല അടിപൊളി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. ബിരിയാണി, ബിരിയാണിയോ? ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി. അത് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഫോട്ടോസ് എടുക്കണേ ഞങ്ങളുടെ കൂടെ ബായോ. ഓക്കെ. ഇവിടുത്തെ വ്യൂ കണ്ടോ? സോ നമ്മളിനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല കാറ്റാണ് ഇവിടെ, നല്ല അടിപൊളി കാറ്റ്. നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഫുഡ് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാന്ന് വിചാരിച്ചു. മെറിൻ, എനിക്ക് തോന്നുന്നു മെറിൻ്റെ അവിടെ പോയിരുന്നു. നല്ല കാറ്റ്, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ താഴെ എനിക്ക് നടക്കാൻ കുറച്ച് പാടാണ്, ഹീൽസ് ഇട്ടേക്കുന്നുണ്ട്. താഴെ മണലാണ്. മെറിൻ, ഫുഡ് കഴിക്കാൻ പോവാം, ബാ. ഫുഡ് ഇപ്പം വന്ന് കാണും. സോ നമുക്ക് അങ്ങോട്ട് പോവാം. പിള്ളേയും കൊണ്ടല്ലേ പോവാൻ പറ്റൂ. അതർവൈസ് മമ്മ വിൽ സ്കോൾ മീ. മമ്മി നിന്നെ നോക്കിക്കോളാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഓ മൈ ഗോഡ്, നോ വേ. ഇതാണോട് ഇതിന്റെ വില്യു മാരിമി. അവർക്ക് 2 പിള്ളേരും ഉണ്ട്. ഗൈസ്, അവരല്ലായിരുന്നു വില്യു മാരിമിയുടെ ആൾക്കാര്.
അടിപൊളിയല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ ആണേലും ഫോട്ടോസ് ഒക്കെ എടുക്കും, എല്ലാം ഒരു രക്ഷയില്ലാതെ തന്നെ. ഡിന്നർ ഇഷ്ടപ്പെട്ടോ? ഡിന്നർ സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിന്നർ ആയിരുന്നു. കുറെ വെറൈറ്റി നമ്മൾ സുഷിയൊക്കെ കഴിച്ചു, ട്രൈ ചെയ്തു. സുഷി ഇഷ്ടപ്പെട്ടോ? വാസ് ക്വൈറ്റ് ഗുഡ്. കുഴപ്പമില്ല, നമ്മൾ പുതിയ ഐറ്റം അല്ലേ. അതെ, അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ലൊരു നൈറ്റ് ആയിരുന്നു അല്ലേ? നല്ലൊരു അടിപൊളി നൈറ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലസ് ബീച്ച് വ്യൂ ആണ്. എൻ്റെ ഫ്രണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ബീച്ച് വ്യൂ ആണ്. സോ അതിങ്ങനെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ കണ്ട് കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ ആ ഒരു ഫീല് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ. പാംജുമേറയിലായിരുന്നു സ്റ്റേ. അന്ന് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നില്ല. ഇവിടെ ലഗൂന എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നത്. അടിപൊളി ഡിന്നറായിരുന്നു. എന്താ പറയുക, നല്ല സ്പോട്ടും മൈൻഡിന് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. കാറ്റത്ത് ബീച്ച് സൈഡിൽ ഇങ്ങനെ നല്ലതുപോലെ എൻജോയ് ചെയ്തു ഞാൻ. നിങ്ങളും എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ do like, comment, share and subscribe. So see you in my very next vlog. Till then, bye bye.